ഇനി ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് വരുന്നു. മാനന്തവാടിയിൽ നിന്ന് മയക്കുവെടി വെച്ച് പിടികൂടിയ തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞതിൽ 5 അംഗ സമിതിയുടെ തെളിവെടുപ്പ് ഇന്നും തുടരും. ബന്ദിപ്പൂർ വന്യജീവി സംഘത്തിലെ രാമപുര എലഫന്റ് ക്യാമ്പിലാണ് ഇന്നത്തെ തെളിവെടുപ്പ്. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് കർണാടക വനംവകുപ്പും അറിയിച്ചിട്ടുണ്ട്. ദീപക് ധർമ്മടം ചേരുന്നു കോഴിക്കോട് നിന്ന്. ദീപക്, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ ഈ വാർത്തയുടെ. എന്തൊക്കെയാണ് നമുക്ക് ലഭിച്ച വിവരങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഈ തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞതും അത് കഴിഞ്ഞുള്ള ഉന്നതതല അന്വേഷണ സംഘവും എസ് കെ എൻ ഓർക്കുന്നുണ്ടാവും, നമ്മുടെ 24 ബ്രേക്ക് ആയിരുന്നു. അതിലിപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘം, ഉന്നതതല അന്വേഷണ സംഘത്തിൻ്റെ തെളിവെടുപ്പ് തുടരുകയാണ്. അതിലേറ്റവും നിർണായകമായ കാര്യം, ഈ മയക്കുവെടി സമയത്തുണ്ടായിരുന്ന എല്ലാ ഉദ്യോഗസ്ഥരെയും, അവിടെയുള്ള DFO ഷജ്ന കാസിം ഉൾപ്പെടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരുടെയും മൊഴി പ്രാഥമികമായി രേഖപ്പെടുത്തി കഴിഞ്ഞു. പിന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഈ പ്രത്യേക ഉന്നതതല അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഉന്നതതല അംഗത്തിലുള്ളത് ഈ ഒന്ന് പ്രധാനപ്പെട്ട ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററായ കെ വിജയാനന്ദൻ IFS ആണ്. അദ്ദേഹമാണ് ഈ സമിതിയുടെ അധ്യക്ഷൻ. ഇതുകൂടാതെ നീതുലക്ഷ്മി, അതുപോലെ ഡോക്ടർ R രാജ്, അതുപോലെ റോഷൻ രമേശ്, N നമശിവായൻ, ഇത്രയും പേരാണ്. അതായത് NGO, അതുപോലെ നിയമവിദഗ്ധൻ, പിന്നെ ഉദ്യോഗസ്ഥർ, ഇത്രയും കാറ്റഗറിയിലുള്ളവരാണ് ഈ സമിതിയിലുള്ളത്. ഇവരിനിയിപ്പോൾ ബന്ദിപ്പൂരിലാണ്, അതായത് കർണാടകത്തിൽ പോയി തെളിവെടുപ്പ് നടത്തുകയാണ്. കർണാടക സർക്കാർ ഇതുമായി സഹകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ സംയുക്ത സമിതിയൊക്കെ ആകുമ്പോഴാണ് അന്തർ സംസ്ഥാന സഹകരണം ഉണ്ടാകുന്നത്. പക്ഷേ എന്നാൽ കേരളം നടത്തുന്ന ഈ അന്വേഷണത്തിൽ കർണാടകത്തിൻ്റെ സർക്കാർ തന്നെ നിർദ്ദേശം നൽകി, അവരൊരു ഉത്തരവ് തന്നെ ഇറക്കിയിരിക്കുന്നു, എല്ലാ സഹകരണവും നൽകണമെന്നുള്ളത്. ബന്ദിപ്പൂരിൽ വെച്ച് മരിക്കാനിടയാക്കിയ സാഹചര്യം, അതായത് വയനാട്ടിൽ നിന്നും പിടിച്ച് കൊണ്ടുപോകുന്നു, മയക്കുവെടി വെച്ച് രാത്രി മുഴുവൻ യാത്ര ചെയ്ത് അവിടെ എത്തുന്നു, അവിടെ ആനത്താവളത്തിലേക്ക് കൈമാറിയതിനു ശേഷമാണ് ഈ മരണം ഉണ്ടാകുന്നത്. അതിൻ്റെ കാരണത്തെക്കുറിച്ചുള്ള ഒരു ശാസ്ത്രീയമായ അന്വേഷണമാണ് നടക്കുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ നിരവധി പരാതികൾ ഉയർന്നിരിക്കുന്നു, സംശയങ്ങൾ ഉയർന്നിരിക്കുന്നു. വനം വകുപ്പിൽ തന്നെ ഉദ്യോഗസ്ഥർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടക്കം പറച്ചിലുകളുണ്ട്. ഏതായാലും ഇതിലൊരു കല്ലും നെല്ലും തിരിയാനുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. എസ് കെ. ഓക്കെ, താങ്ക് യു ദീപക് ധർമ്മടം.